السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبه نستعين. اللهم صل على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. ഇസ്ലാമിക് സ്പീച്ച് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ ആശംസകൾ അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മതം പല മൂല്യങ്ങളെയും വളരെ പവിത്രമായി കാണാറുണ്ട്. സമൂഹത്തിൻ്റെ നാനാതുറകളിലുമുള്ള ആളുകളെ സ്പർശിക്കുന്ന ഒരു വീക്ഷണമാണ് ഇസ്ലാം മതവിശ്വാസ പ്രമാണങ്ങൾ നമ്മുടെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൻ്റെ താഴേ തട്ടിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടവനാണ് ആരുമില്ലാത്തവൻ, അനാഥൻ. പക്ഷേ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ അന വകാഫിലുൽ യതീമി ഹകദാ ഫിൽ ജന്ന, ഞാനും അനാഥബാലനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണ്. വശബ്ബക ബൈന അസാബിഇ, തൻ്റെ രണ്ട് വിരലുകൾ ചേർത്ത് പിടിക്കുകയാണ്. സാധാരണഗതിയിൽ വിടർത്തിപ്പിടിക്കേണ്ട വിരലുകളെ ചേർത്തി പിടിച്ച് അതിലൂടെ ഒരു വായു സഞ്ചാരത്തിന്റെ ഗ്യാപ്പ് പോലും കൊടുക്കാതെ പ്രവാചക തിരുമേനി പറഞ്ഞു, ഹാക്കഥ, ഞാനും അനാഥബാലനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണ്. അഥവാ ഞങ്ങൾക്കിടയിൽ മറ്റൊരാളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കില്ല. അത്രത്തോളം, അത്രമേൽ അനാഥനെ സംരക്ഷിക്കുന്നവനെ തന്നോട് ചേർത്ത് പിടിക്കാൻ പരിശുദ്ധ പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ മുന്നോട്ട് വന്നു. അതെവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇസ്ലാമിക ചരിത്ര പ്രമാണങ്ങളിൽ എല്ലാം അങ്ങനെ വളരെ സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തന നയരേഖകളിലൂടെ പൂർവസൂരികൾ കാണിച്ചു തന്നതുമാണ്. നമ്മൾ ആലോചിക്കണം, ഈയടുത്ത് കേരളത്തിൽ ഉണ്ടായിപ്പോയ അനാഥാലയത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വിവാദങ്ങളെല്ലാം ഇസ്ലാമിക സമൂഹത്തെ ഒരർത്ഥത്തിൽ എന്തൊക്കെയോ സംശയത്തിന്റെ നിഴലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു പോവുകയാണ്. ഇതൊരു മതേതര രാജ്യമാണ്. ഇന്ത്യ രാജ്യം വിവിധ മതങ്ങളുടെ സങ്കര സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിലാണ്, പെറ്റമ്മയാണ്, പൊറ്റമ്മയാണ്. ഇവിടെ മുസ്ലിമും ഹൈന്ദവനും ക്രൈസ്തവനും ജൂതനും സിഖുകാരനും പാർസിയും ജൈനനും ഭായിയും ബുദ്ധനും എല്ലാവരും ഒരു മാതാവിന്റെ പിതാവിന്റെ മക്കളെ പോലെ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയേണ്ടവരാണ്. രാജ്യത്ത് ആപൽകരമായ തെറ്റിദ്ധാരണകൾ ഈ ന്യൂനപക്ഷ വിഭാഗത്തിനെതിരെ വരുമ്പോൾ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര മതസ്ഥർ കൂടി ഗൗരവതരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇസ്ലാം സ്നേഹത്തിന്റെ, സംയമനത്തിന്റെ, സമത്വത്തിന്റെ, സമഭാവനയുടെ സിദ്ധാന്തങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഒരു അനാഥനായിരിക്കുന്ന ബാലനെ സംരക്ഷിക്കുന്നതിന് മതം കൊടുക്കുന്ന മൂല്യങ്ങൾ, അതിന്റെ പവിത്രത, അത് പ്രവാചക വചനങ്ങളിലൂടെ സുവ്യക്തമാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഇത്രയും വർഷങ്ങളായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന അന്തേവാസികളുടെ പ്രവർത്തന രീതി അല്ലെങ്കിൽ അന്തേവാസികളുടെ പഠന രീതി, അവർ കേന്ദ്രീകരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസ്, അവർക്ക് സൗജന്യമായി വസ്ത്രം, അവർക്ക് സൗജന്യമായിട്ട് പഠനോപകരണങ്ങൾ, അവർക്ക് സൗജന്യമായിട്ട് പാർപ്പിടം, അവർക്ക് സൗജന്യമായി ഭക്ഷണം, എല്ലാം വളരെ നല്ല രീതിയിൽ, അഭിമാനപൂരിതമായ രീതിയിൽ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയും ഒരു ഇസ്സത്തുള്ള, ആത്മാഭിമാനമുള്ള ഒരു പൗരനായി അവരെ വാർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയുമാണ്. നമുക്കറിയാം, കേരളത്തിൽ ഒരുപാട് സാംക്രമിക രോഗങ്ങളുണ്ടായി. മാതാപിതാക്കളെല്ലാം അന്നത്തെ കാലത്ത് മരണത്തിന് അടിമപ്പെട്ട് കടന്നുപോയി. അവസാനം അവിടെ അനാഥരായി പോയ ബാല്യങ്ങളെ പൊക്കിക്കൊണ്ടുവന്നിട്ടാണ് കേരള സംസ്ഥാനത്തിൽ അനാഥാലയങ്ങളുടെ തുടക്കമുണ്ടാകുന്നത്. ഇതൊക്കെ ആലോചിക്കുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഉത്ഭൂതമാകേണ്ട മേഴ്സി, ഒരു കാരുണ്യമുണ്ട്. മല്ലായുർഹമുലായുർഹം, ഇവിടെ കരുണ ചെയ്യാത്തവൻ അവിടെ കരുണ ചെയ്യപ്പെടുകയില്ല. ഈ ആപ്തവാക്യമാണ് മതം പഠിപ്പിക്കുന്നത്. മല്ലം യർഹം സഗീറന, നമ്മുടെ ചെറിയവരെ കരുണ കാണിക്കാത്തവർ. വലം യുവക്കിർ കബീറന, നമ്മിലുള്ള വയസ്സിന് മൂത്ത വൃദ്ധരായ ആളുകളോട് ബഹുമാനാദരവ് പ്രകടിപ്പിക്കാത്തവർ. ലൈസമിന്ന, ഈ മതത്തിന്റെ പരിധിയിലേപ്പെട്ടവരില്ല. ഇത്രയും വലിയ ആദരവും സ്നേഹവും പരസ്പര സഹകരണവുമാണ് മതം പഠിപ്പിക്കുന്നത്. ഇതിന്റെ പേരിൽ ഇസ്ലാമിക വിശ്വാസ ആചാര പ്രമാണങ്ങൾ ഏതെങ്കിലും തെറ്റിദ്ധാരണകൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഹോദര മതസ്ഥരായിരിക്കുന്ന അനുയായികൾ ഇതിനെപ്പറ്റി പഠിക്കുവാൻ മുന്നോട്ട് വരുന്നുണ്ട് എന്നത് ശ്ലാഘനീയമാണ്. മാത്രമല്ല, ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ട ആളുകൾ മാധ്യമ പ്രവർത്തകരോടുകൂടി ഈ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാനുള്ള, അല്ലെങ്കിൽ അതിന് ഉപോത്ഫലകമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നതും സ്തുത്യർഹമാണ് എന്ന് ഇതിന്റെ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഖുർആൻ സൂചിപ്പിച്ച ഏറ്റവും വലിയ സൂക്തമാണ്. അതിലൂടെ പഠിപ്പിക്കുന്നത് ഒരു അനാഥബാലനെ തിരസ്കരിച്ചതിന്റെ അനന്തര ഫലം അനുഭവിച്ചു പോയ ഒരു ശത്രുവിന്റെ കഥയാണ്. അള്ളാഹു നമുക്കൊക്കെ സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാവട്ടെ. വാഹൃദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.